സർക്കാർ മേഖല മാത്രമല്ല പ്രൈവറ്റ് സെക്ടറും കൂടി പറയണം. നിങ്ങൾ എല്ലാ യൂണിറ്റിയും കൂടെ പ്രസിഡന്റ് അല്ലേ? മൊത്തം കൂടെ പറഞ്ഞോളൂ. എവിടെയും ഈ പറയുന്ന നേഴ്സ് രോഗി അനുപാതം പാലിക്കുന്നില്ല. നേരത്തെ ജയിക്കും ഇവരെല്ലാം പറയുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് സെക്ടറിലേക്ക് വലിയ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് സർക്കാരിനെ പറയും നിക്ഷേപങ്ങൾ വരട്ടെ, നിക്ഷേപങ്ങൾ വരുന്നുണ്ട്. പിന്നീട് പക്ഷെ അവിടെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് എന്ത് രൂപ കിട്ടുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഇതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സമരത്തിലാണ്. അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 5-7 വർഷമായിട്ട് ഈ മേഖലയിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും 10,000 രൂപയാണ് ആദ്യമായിട്ട് കയറുന്ന ഒരു നേഴ്സിന് കൊടുക്കാൻ ഗവൺമെൻറ് ഉത്തരവിട്ടുള്ളത്. പിന്നീട് നമ്മൾ സമരത്തിലൂടെ അത് 15,000 20,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഇടപെടേണ്ടത് പ്രൈവറ്റ് സെക്ടറും കൂടിയാണ്. പ്രൈവറ്റ് സെക്ടറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോയിട്ട് അവിടെയുള്ള ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നത് പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്. അതായത് അവിടെ 6 രോഗികൾക്ക് ഒരു നേഴ്സ് എന്നുള്ളതും അത്യാഹിത വിഭാഗങ്ങളിൽ ഒരു രോഗിക്ക് ഒരു നേഴ്സ് എന്നുള്ളതും അനുപാതം നടപ്പിലാക്കാൻ സർക്കാരിന് തയ്യണം. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ആര് ഭരിച്ചാലും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും നല്ല പരിചരണം ലഭിക്കാൻ സർക്കാരുകൾ ബാധ്യസ്ഥരാണ്. ഡോക്ടറെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഡോക്ടർ ഇപ്പോൾ ലേക്ക് ഷോറിലാണ് ഡോക്ടർ ജോലി. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ കേരളത്തിൽ പേരും പെരുമയും പ്രശസ്തിയും ഒക്കെയുള്ള ആശുപത്രികളുണ്ട്. അവിടെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവർ, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ മകളെയൊക്കെ പല സമയത്തും പ്രവേശിപ്പിച്ചുള്ള ആളാണ്. ഞാൻ ശരിക്കും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ചില ഡിപ്പാർട്ട്മെൻറ്റ് ആരാധകനായിപ്പോഴും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കാരണം ഇത്രയും പരിചയ വൈദഗ്ധ്യമുള്ള ഡോക്ടേഴ്സുള്ള സ്ഥലമാണ്. പ്രൊഫഷണലി അവർക്ക് ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. ഒരുപാട് രോഗികളെ കാണാനുള്ള അവസരമുണ്ട്. രോഗനിർണയത്തിൽ അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സർക്കാർ ആശുപത്രികൾ മൊത്തം കുഴപ്പമാണ് എന്ന് പറയുന്നൊരു ഇക്വേഷനിലേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ആത്മവിശ്വാസം പോകാൻ സാധ്യത പേടിയായിരിക്കും അവർക്ക്. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ MS ഓർത്തോപെഡിക്സ് ചെയ്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ. അവിടെ പഠിച്ച ആളാണ്. ഓക്കെ. അപ്പോൾ ഗവൺമെൻറ് സെക്ടർ വളരെ മോശമാണെന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ ഇപ്പം നടക്കുന്നുണ്ട്. അതൊട്ടും ശരിയല്ല. പക്ഷേ അവിടെ ഒത്തിരി ഫെസിലിറ്റീസ് സൗകര്യങ്ങളുടെ കുറവുണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഈ ഫോഴ്സസ് വെച്ച് മറന്നുപോയ സർജറിക്ക് അസിസ്റ്റ് ചെയ്ത നേഴ്സ് പറയുന്നു ആ ഓപ്പറേഷൻ തിയേറ്ററിൽ 2 ഓപ്പറേഷൻ ടേബിൾസ് ഇട്ട് ഒരു ഇറച്ചി വെട്ടുന്ന പോലെ 2 ടേബിളിട്ട് ഒരേ സമയം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ 2 ടേബിളിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. ഈ നഴ്സ് 2 സർജന്മാരെയും 2 ഓപ്പറേഷനും അസിസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ എവിടുത്തെ കാര്യമാണ്? ആഫ്രിക്ക പോലില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ നടക്കില്ലല്ലോ വെറുതെ ആൾക്കാർ. മാത്രമല്ല എനിക്കൊന്ന് ഈ ശാസ്ത്രീയമായ കാര്യങ്ങളെ വളരെ ലളിതമായിട്ട് നമ്മുടെ അലമാരിപ്പെട്ടിരിക്കുന്ന ഉഴുന്നോട പോലെ. ഈയിടയ്ക്ക് ഒരാൾ എന്നോട് ഒരു ആശുപത്രി കുറിച്ച് പറഞ്ഞാൽ അവിടെ ചെന്ന രോഗികളുടെ കിഡ്നി അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ ലളിതമായിട്ട് ആശുപത്രികളെ കുറിച്ച് പറയും. ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു ഡോക്ടർ ലാൽ എന്ത് ക്ഷമാശീലായിരിക്കുന്നു. ഞാനിങ്ങനെ ഇതൊരു പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച നമ്മുടെ ആരോഗ്യ രംഗത്ത് വീഴ്ചകളുണ്ടോ? ഇപ്പൊ ഡോക്ടർ വന്ദനദാസിന്റെ വിഷയം വന്നു. നമ്മൾ കേരളം ഒന്നടങ്കം അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. നമ്മളൊക്കെ സമരം ചെയ്തു. നിങ്ങളൊക്കെ വലിയ വാർത്തകൾ കൊടുത്ത് ആ ഡോക്ടർ സമൂഹത്തോട് മുഴുവൻ നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ സർക്കാർ ആശുപത്രി ഞാനൊരു രഹസ്യം പറയട്ടെ. പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്ദനയുടെ അച്ഛൻ എന്റെ ഓഫീസിൽ കയറി. അദ്ദേഹം വന്നത് വേറെ കാര്യത്തിനല്ല. ഒരുപാട് ഇപ്പൊ ഗംഗാധരൻ ഡോക്ടർ ഇപ്പം ഡോക്ടർ ചിത്ര ഹസ്ബൻഡാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നു. ഡോക്ടർ ഗംഗാധരൻ അങ്ങനെ ചില ആൾക്കാരെ ഒഴിച്ചു നിർത്തിയാൽ അപ്പോൾ ഈ ഡോക്ടർ വന്ദനയുടെ പേരിൽ ഒരു വലിയ ഒരു മെമ്മറി ആയിട്ട് ഒരു ആശുപത്രി ഉണ്ടാക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമാണ്. കാരണം ഇവർ രണ്ടുപേരും അവർക്ക് ജീവിക്കാൻ ഇപ്പോൾ ഒരു ലക്ഷ്യമൊന്നും കാണുന്നില്ല. അപ്പോൾ അവരിതിലാണ് പിടിച്ചു നിൽക്കുന്നത്. അവരെ സഹായിക്കാൻ ആളുകളില്ല എന്ന് സ്വകാര്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് കേരളം മുഴുവൻ അത്യാഹിതം വന്നപ്പോൾ കൂടെ നിന്നു. ഡോക്ടർ വന്ദന ഹീനമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആൾക്കാർക്കെല്ലാം അത് കഴിയുമ്പോൾ കൂടെ ഉണ്ടോ കേരളം എന്നുള്ള ചോദ്യമുണ്ട്. ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അതുപോലെ ഞാൻ ഉണ്ടാവും, എന്റെ പ്രസ്ഥാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിന്റെ പ്രശ്നമല്ല. ഒന്ന്, ഇവിടെ നമ്മളൊരു അറിഞ്ഞോ അറിയാതെ ഒരു ഇരവാദം മുഴക്കുന്നുണ്ട്. ഒന്ന് സർക്കാർ ആശുപത്രികൾക്കെതിരെ എന്നുള്ളതും, 2 ഈ മെഡിക്കൽ സമൂഹത്തിനെതിരെ എന്നുള്ളത് ഒരു ഇരവാദം മുഴക്കുന്നു. അങ്ങനെയല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. അതല്ല ശ്യാമ, എതിരെ എന്നുള്ളതല്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആളുകളുടെ ആശാ കേന്ദ്രം ആണ്. അതാണ് പോയിന്റ്. അവിടെ അതിനെ ഡാമേജ് ചെയ്തുകൊണ്ട് അതിനെ ഡാമേജ് നമ്മൾ ആരും ചെയ്യാനും പാടില്ല. ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്ഷൻ അവിടെ നിന്ന് ഉണ്ടാവാനും പാടില്ല. ഇപ്പൊ നമ്മൾ ചർച്ച വരാൻ കാരണം എന്താ? ഇത് ജെന്യൂനായിട്ട് നമുക്ക് സനൂപ് 2 കണ്ണുകൾ നഷ്ടപ്പെട്ടിരിക്കലാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയത് ബൈക്ക് ഓടിച്ചിട്ടാണ്.
തിരിച്ചു വന്ന അദ്ദേഹം കാണാൻ വേണ്ടി പറ്റാതെയാണ്. ആ ഒരു അവസ്ഥ ഉണ്ടായില്ലേ, അങ്ങനെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.